രേവതിക്കുട്ടിയും രോഹിത്തും അടുക്കുന്നു. അങ്ങനെ നമ്മുടെ രോഹിത്തിൻ്റെ അടുത്ത് രേവതിക്കുട്ടി പറയുന്നുണ്ട്, ഞാൻ വിചാരിച്ച ആളൊന്നുമല്ല നിങ്ങളുടെ സ്വഭാവത്തിന് ഒരുപാട് മാറ്റങ്ങളുണ്ട്. നിങ്ങളെ ഞാൻ ഒരുപാട് കുറ്റപ്പെടുത്തിയിട്ടുണ്ട്, ക്ഷമിക്കണമെന്ന് പറയുന്നു. ഇതേ സമയം രോഹിത്ത് പറയുന്നുണ്ട്, ക്ഷമ ഒന്നും ചോദിക്കേണ്ട ആവശ്യകതയൊന്നുമില്ല. തെറ്റ് ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം തിരുത്തി ഞാൻ ഒരുപാട് പാഠങ്ങൾ പഠിച്ചു. അതെന്നെ പഠിപ്പിച്ചത് അലീന ചേച്ചിയാണ്. അലീന ചേച്ചി ഇല്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ ജയിലിൽ കിടക്കുകയായിരുന്നേനെ. ആ തെറ്റ് തിരിച്ചറിഞ്ഞ് അത് തിരുത്തി ഇപ്പോൾ സന്തോഷത്തോടെ മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ടാണ് നീ ഓരോന്ന് പറഞ്ഞ് വേദനിപ്പിച്ചപ്പോഴും ഞാൻ പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാതെ ഇരുന്നത് എന്ന് പറയുമ്പോൾ, ഞാൻ പറഞ്ഞതിൽ രോഹിത് ബാലചന്ദ്രന് എന്തെങ്കിലും വിഷമമായെങ്കിൽ ക്ഷമിക്കണമെന്ന് പറയുന്നത് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ രോഹിത് പറയുന്നുണ്ട്, എന്തായാലും പോകാറായിരിക്കുകയാണ്. ഇനിയിപ്പോൾ ക്ഷമയും കാര്യങ്ങളൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ വിളിക്കാമെന്ന് പറയുമ്പോൾ, വിളിക്കാമെന്നോ, അതെന്തിനാ വിളിക്കുന്നേ എന്നിങ്ങനെ ചോദിക്കുകയും അവർ പരസ്പരം ഇഷ്ടപ്പെടാൻ തുടങ്ങുകയാണോ എന്നൊരു തോന്നൽ നമ്മൾ പ്രേക്ഷകർക്ക് തരുന്നുണ്ട് എന്ന് കാണാനായിട്ട് സാധിക്കും കേട്ടോ. ഇതിനിടയിൽ അങ്ങനെ യാത്രയൊക്കെ മതിയാക്കി അവർ തിരിച്ച് കിടപ്പാട്ടൂർ വീട്ടിലേക്ക് യാത്ര തിരിക്കുകയാണ് പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. ഇതേ സമയം വളരെ സങ്കടകരമായി തന്നെ അലീനയെ വിട പറയുന്ന രേവതിക്കുട്ടി, എല്ലാവരെയും വിട പറയുന്ന മാമച്ചനും യാത്ര അയക്കുന്ന മാമച്ചനും ഗ്രേസിയും. നല്ലൊരു അടിപൊളി എപ്പിസോഡാണ് ഇന്ന് കാണാൻ സാധിക്കുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ കൂട്ടുകാരെ.